talented. Superb dedication. ഏതാ പവർ I know. ടീം നമ്മുടെ എത്ര ലാലേട്ടന്മാരെ നിൽക്കുന്നേ നോക്കിയേ. കുട്ടി ലാലേട്ടൻസ്. കീട്ടിലും പെർഫോമൻസ് ആയിരുന്നു. എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഈ ടീമിനെയും സ്വാഗതം ചെയ്യുന്നു. ഇവര് മഞ്ചേരിയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് ഇവരുടെ ടീമിന്റെ പേരാണ് ദക്ഷ ഡാൻസ് മഞ്ചേരി. കീടിലം പിള്ളേര് നല്ല വൈബ്. മഞ്ചേരി എന്നല്ലേ ചുമ്മാതാവില്ല. മലബാർ എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ടേക്ക് പിന്നല്ല നാളെ കുഞ്ഞൊച്ച പിന്നല്ല അവിടെ നിന്ന് ആദ്യം തുടങ്ങാം. അമ്മയ്ക്കൊന്നേ ആരാ പിന്നല്ലാന്ന് പറഞ്ഞേ? പിന്നല്ലയുടെ പേരെന്നാ? എന്റെ പേര് അശ്വനി. അശ്വിനി ഏത് ക്ലാസ്സിലാ? ഞാൻ 8ാം ക്ലാസ്സിലാ. 8ാം ക്ലാസ്സിലാണോ? ഇവിടെ ഉള്ള എല്ലാരും ഏതൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്നവരാ? പല പല ക്ലാസ്സുകള് 2, 3 ഉണ്ട്. ശരി, കുഴപ്പമില്ല. 2ാം ക്ലാസ് ആണോ 3ാം ക്ലാസ് ആണോ എന്നൊക്കെ നമുക്ക് വഴി അങ്ങ് മനസ്സിലാക്കാം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഞങ്ങൾക്ക് ഡാൻസ് തന്നു, ഞങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് ഒരു കിടില സ്കിറ്റ് അങ്ങ് വരട്ടെ. ചിരിക്കാൻ റെഡിയാണോ? ഫുൾ പവറോടെ ചിരിക്കോ? ഡാൻസിന്റെ അതേ ചിരി അങ്ങോട്ട് കിട്ടുവോ? അപ്പൊ ഈ പവർ വൈൻഡ് ചെയ്യുന്നിടം വരെ ഉണ്ടാവണം. ഓക്കെ, നിങ്ങൾ ഓടി അവിടെ പോയിരിക്കുന്നു, ഞാൻ ഓടി അവിടെ പോയിരിക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ സ്കിറ്റ് കാണുന്നു. എന്നാ കൈയടിച്ചേ, വരട്ടെ സ്കിറ്റ്, ഓടട്ടെ നമ്മള്. ഓടിക്കോ. ഹലോ 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 ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖല്ലേ? സുഖാണ്. അടുത്ത സൺഡേ എന്താ പരിപാടി? അടുത്ത സൺഡേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അടുത്ത സൺഡേ നമുക്കൊരു ട്രിപ്പ് പോയാലോ മലേഷ്യയിലേക്ക്? മലേഷ്യയോ? ആ, ഞാൻ റെഡി. ഓക്കേ, അടിപൊളി. അപ്പോ അത് കഴിഞ്ഞ് വന്നിട്ടേ അതിന്റെ നെക്സ്റ്റ് സൺഡേ നമുക്ക് കാശ്മീർ ഒരു ട്രിപ്പ് പോയാലോ? കാശ്മീരോ? ആ, അയ്യോ, എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാ. ഞാൻ റെഡി, ഡബിൾ റെഡി. അപ്പൊ ഓക്കെ, അടുത്ത സൺഡേ റെഡി ആയിട്ടുള്ളൂ മലേഷ്യൻ ട്രിപ്പ്. അയ്യോ, കട്ടിയല്ലേ ആരാ സംസാരിക്കുന്ന പറഞ്ഞിട്ട് കട്ടിയേ? നിന്റെ കെട്ടിയാനോ അല്ലാണ്ട് ആരുടെ? ചേട്ടനിത് ഏത് നമ്പറിൽ നിന്നാ വിളിക്കുന്നേ? എന്റെ മറ്റൊരു നമ്പറിൽ നിന്ന് ഞാനൊരു നമ്പർ ഇട്ടപ്പോ നിന്റെ സ്വഭാവം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പറ്റിച്ചേ ഞാൻ ചേട്ടനെ പ്രാങ്ക് ചെയ്താ. എന്റെ ട്രൂ കോളർ ഉണ്ട്. ചേട്ടൻ ഏത് നമ്പറിൽ നിന്ന് വിളിച്ചാലും എനിക്ക് അറിയാൻ പറ്റും. വെച്ചിട്ട് പോടി. പോയനെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ജീവന. എന്താണ് നെക്സ്റ്റ് സൺഡേ പരിപാടി? നമുക്കൊരു മലേഷ്യൻ ട്രിപ്പ് പോയാലോ? അത് കഴിഞ്ഞിട്ട് അതിന്റെ നെക്സ്റ്റ് സൺഡേ നമുക്കൊരു കാശ്മീർ ട്രിപ്പ് പോയാലോ? സാറായിരുന്നോ ഫോണിൽ വിളിച്ചത്? അതെ, എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പൊ ജീവനയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനായിട്ട് വിളിച്ചതാ. എനിക്ക് ആ സ്വഭാവം പിടികിട്ടി, നല്ല കൂതറ സ്വഭാവം. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ. എന്റെ ഹസ്ബൻഡ് ഇത്രയും നാളായിട്ട് എന്നെ എവിടെയും ടൂർ കൊണ്ടുപോയിട്ടില്ല. ഒറ്റോടാ പാവം. ഈ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ജീവനയുടെ പുറകിലേക്ക് ഇങ്ങനെ പഞ്ചപുച്ച മടക്കി നിൽക്കുന്ന കക്ഷിയല്ലേ. ഹസ്ബൻഡ് എന്ന പേരിന് കൃത്യമായ ഒരു മനുഷ്യനാണ് അങ്ങേര്. ഹസ്ബൻഡ്. സോറി സാർ. പിന്നെ ജീവന ഈ ഓഫീസിൽ പുതിയതായതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താ സാർ? ഇതൊരു വില്ലേജ് ഓഫീസാണ്. ഇവിടെ പലരും പല സർട്ടിഫിക്കറ്റിനായിട്ട് വരും. വരുമ്പോ തന്നെ എടുത്ത് കൊടുത്തേക്കരുത്. അതെന്താ? അവരെല്ലാവരെയും പരമാവധി നമ്മൾ നടത്തിക്കണം. അതാണ് നമ്മുടെ ഒരു ശൈലി, നമ്മുടെ ഒരു രീതി. ചെല്ലുമ്പോ തന്നെ സാധനം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ കരുതും നമുക്ക് ഒരു പണിയില്ലാതെ ഇവിടെ കുത്തിയിരിക്കണാണ്. അപ്പൊ അവരെ പരമാവധി നമ്മൾ നടത്തിക്കുക. നടന്ന് അവരുടെ ഉപ്പാടളയി കഴിയുമ്പോ അവരവസാനം നമുക്ക് ചെറിയൊരു തുക കൈക്കൂലിയായിട്ട് തരും. അത് വാങ്ങിച്ചു വെക്കണം. മേടിച്ചാ കൊല്ലും ഞാൻ. മണ്ടത്തരം കാണിക്കരുത്, വിജിലൻസ് പിടിക്കും. അത് നമ്മള് കൈ കൊണ്ട് മേടിക്കരുത്. ഇതിന്റെ ഫ്രണ്ടിലൊരു തട്ടുകടയില്ലേ രാമൻകുട്ടിച്ചേട്ടന്റെ, അങ്ങേരുടെ കയ്യിൽ കൊടുക്കാൻ പറയണം. അത്രേ ഉള്ളൂ. സാറിന് അതിബുദ്ധിയാണല്ലോ. അതെ. അല്ല, ഈ രാമൻകുട്ടി ചേട്ടൻ സാറിന് കൈക്കൂലി അങ്ങോട്ട് തരുമല്ലേ? പിന്നെ എന്റെ അച്ഛൻ എനിക്ക് കാശ് തരാതിരിക്കും? അച്ഛനാ? പിന്നെ ചുമ്മാതാണോ എന്റെ അച്ഛനെ കൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിൽ തട്ടുകട ഇടിച്ചേക്കണത്? അത് കൊള്ളാം. സാർ, എന്റെ പേര് രാജപ്പൻ. രാജപ്പനോ? രാജന്റെ അപ്പൻ. അതാണ്. അപ്പൊ ശരിക്കുള്ള തന്റെ പേരെന്താണ്? അപ്പൻ. അപ്പൻ എന്നൊക്കെ ആരെങ്കിലും പേരിടുള്ളൂ. പിന്നെ അപ്പനെന്നും അച്ഛനും കൂട്ടി അപ്പച്ചെന്ന് വിളിക്കൂലേ ആൾക്കാര്? അതങ്ങനെ വിളിക്കൂലേ? പിന്നെ അപ്പൻ തമ്പുരാനായിരുന്നു എന്റെ അച്ഛൻ. പുള്ളി മരിച്ചുപോയി. അയ്യോ, എങ്ങനെയാ മരിച്ചത്? സുഹൃതക്ഷയം.
സുഹൃത്ത് അങ്ങനെ വല്ല അസുഖമുണ്ടോ? ക്ഷയമായിരുന്നു. ഒരു വെയിറ്റിന് വേണ്ടി സുഹൃത്തെ ഞാൻ കൂട്ടിച്ചേർത്തു. ഇപ്പൊ എന്താ വന്ന കാര്യം? അപ്പൊ അപ്പൻ മരിച്ചതിന് ശേഷം എന്റെ അമ്മ തളർന്നു കിടക്കാണ് സാർ. അയ്യോ, എഴുന്നേറ്റ് നടക്കില്ല. ഓക്കെ. അപ്പൊ സാറ് എന്റെ അമ്മയൊന്ന് നടത്തിക്കണം. ഞാൻ നടത്തിക്കണം. സുഹൃത്തെ, നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. ഇത് ഹോസ്പിറ്റലല്ല, ഇത് വില്ലേജ് ഓഫീസാണ്. ഞാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ്. അല്ല, സാർ ഇവിടെ വരുന്നവരൊക്കെ നടത്തിക്കണം ഞാൻ അറിഞ്ഞു. ഒന്ന് നടത്തിക്ക് സാർ എന്റെ അമ്മയെ, പ്ലീസ്. സാറേ ഒന്ന് നടത്തിക്കണം. ഇങ്ങനെ നടത്തിക്ക് സാർ. ഇങ്ങനെ സുഹൃത്തെ, താങ്കളുടെ അമ്മയെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുക. എനിക്ക് താങ്കളുടെ അമ്മയെ നടത്തിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. എന്നാ വിട്ടോ. അപ്പൊ സാറ് നടത്തിക്കില്ല? ഇല്ല. എന്നൊരു കാര്യം പറയട്ടെ സാർ. ഇനിയും കാര്യം പറയാനുണ്ട? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചുരുക്കി പറയുക. കാരണം ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. എന്താ സാർ ചുരുക്കി പറയാൻ പറയും. തനിക്ക് പറയാനുള്ളത് വാ തുറന്നൊന്നും മൊഴിയണോ? എനിക്ക് നൈറ്റ് കച്ചവടമാണ്, അതാണ് ഏന്ന് ചുരുക്കി പറഞ്ഞു. ആഹാ, നൈറ്റിൽ എന്ത് ബിസിനസ്സാ? എന്താരത്? ജീവന. സാറിന് ജീവനായിരിക്കും, പക്ഷെ ഞാൻ ഇവരെ ജീവനെടുക്കും. ജീവന, പ്ലീസ്. അതെ, എനിക്ക് തനിക്ക് നൈറ്റ് കച്ചവടമാണ്. ഞാനിപ്പോ എന്താ വേണ്ടത്? എനിക്ക് നൈറ്റ് വിറ്റ സർട്ടിഫിക്കറ്റ് വേണം സാർ. നൈറ്റ് വിറ്റേന്റെ സർട്ടിഫിക്കറ്റാ? പിന്നെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ട് സാർ. ആര് പറഞ്ഞു? ഞാൻ പഞ്ചായത്തിന് ചോദിച്ചു പറയാ, ഇവിടെ വന്ന് വില്ലേജ് പറയാ, അപ്പൊ നൈറ്റ് വിറ്റ സർട്ടിഫിക്കറ്റ് ഇടുന്നു. കറിയാണോ ശരിക്കാണോ സാർ? സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അതിനെയാണ് ഈ നൈറ്റ് വിറ്റ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. സുഹൃത്തെ, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന കര, പ്രദേശം, താലൂക്ക്, ഇതെല്ലാം അഡ്രസ്സൊക്കെ കൂടി ചേർന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ചമ്മിപ്പോയി. ആര്? ഞാൻ. ചമ്മിയതിന്റെ റിയാക്ഷൻ ആയിട്ട് ഞാൻ കരുതി കീ കൊടുക്കുമ്പോ ചില പാവയ്ക്ക് ആ സാധനമാണെന്ന് കരുതി. അപ്പൊ താങ്കൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ. താങ്കളുടെ ഡെലിവറി എവിടെയാണ്? ഡോർ ഡെലിവറിയാണ് സാർ. ഡോർ ഡെലിവറി? മനസ്സിലായില്ല. എന്നെ പ്രസവിക്കാൻ വേണ്ടി അമ്മ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോറിന്റെ ഫ്രണ്ടിൽ വെച്ച് പ്രസവിച്ചു. അങ്ങനെയാണ് ഡോർ ഡെലിവറി. തലവേദന കേസാണ്. തലവേദന ഞാൻ മരുന്നില്ല സാർ എന്റെ ഹെൽത്ത്. വേണ്ട, ഒരു കാര്യം ചെയ്യ്. താൻ പോയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വാ. അപ്പോ എന്റെ അമ്മയെ നടത്തിക്കാൻ പറ്റൂ സാർ? ഇത് തന്റെ അമ്മയെ നടത്തിക്കണ കാര്യമല്ല. അന്നേരം തനിക്ക് ഈ പറഞ്ഞ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ കേസ് ഞാനൊന്ന് ആലോചിക്കാം. സാറേ തരണേ സാറേ. നോക്കട്ടെ. ഈ സീലം നിർത്തട്ടെ. അവിടെ വെച്ചിടൂ. മാഡം, 2 ആഴ്ച വരാ കേട്ടോ. എന്തെല്ലാം മനുഷ്യരാണ് ജീവിതം. സാറേ, അയാളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ റെഡിയാക്കട്ടെ? കൊല്ലും ഞാൻ. അവനെ നടത്തിക്കണം. നടത്തിച്ച് അവന്റെ ഊപ്പാടിളക്കണം. നടത്തിക്കണം. അവൻ എന്നെ പരിഹസിച്ചവനാണ്. അവന്റെ അമ്മയെ ഞാൻ നടത്തിക്കണമെന്ന്. ഹലോ. ഹലോ, എന്താ കാര്യം? എനിക്കൊരു മകനാണ്. അതിന്റെ ആളതാ. ആഹാ, അപ്പൊ ഞാൻ സംശയിച്ചതൊക്കെ ശരിയായി. നിങ്ങളൊരു ഊടായ്പാണല്ലേ? അവളെ എനിക്ക് അന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്റെ മകന്റെ ആള് നിങ്ങളാണെന്നല്ലോ. എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൊടുത്തേക്കണത്? മിസ്റ്റർ, അതിന്റെ ആളെന്ന് പറഞ്ഞതേ അദ്ദേഹമാണ് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ. അദ്ദേഹമാണ് ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നോക്കുന്നത്. അയ്യോ, ഒരു നിമിഷം സാറേ, പെട്ടെന്ന് ഇതായി പോയതാണ് സാറേ. വേറെ ഒന്നല്ല സാറേ, എനിക്കൊരു റിലേഷൻ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു സാർ. റിലേഷൻ സർട്ടിഫിക്കറ്റ്? അതെ. ആരുമായിട്ടുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്? എന്റെ ഭാര്യയായിട്ടുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റ്. ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലില്ല, അവളായിട്ട് എനിക്ക് ഒരു റിലേഷനും ഇല്ല സാറേ. അപ്പൊ നിങ്ങൾ ലീഗലി ഡിവോഴ്സ്ഡ് ആണോ? അല്ലാന്നേ, അവൾ എന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ, തല്ലുപിടിച്ച് പോയതാണ്. അവള് മാത്രമല്ല പോയത്, പോയപ്പോ എന്റെ മോനെയും കൂടി കൊണ്ടുപോയി. വർഷങ്ങളോളം ഞാൻ ഗൾഫ് കടന്നുണ്ടാക്കിയ കാശ് മുഴുവൻ അവന്റെ പേരിൽ ഇട്ടേക്കണത്. ഒന്നുമില്ല, എല്ലാം പോയി സാറേ. എടോ, താനിപ്പോ പറഞ്ഞ പ്രകാരം 2 റിലേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ആദ്യം തന്റെ മകനായിട്ടുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റ്, അതിനുശേഷം തന്റെ ഭാര്യയായിട്ടുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റും വേണം. ഓക്കെ, പക്ഷെ മകനായിട്ടുള്ള റിലേഷൻ അതെങ്ങനെ? അതിനൊരു DNA ടെസ്റ്റ് നടത്തിയാ മതി. DNA എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായി. പറ. ഡാഡി നിന്റെ ആരാ? അതല്ലേ? ഡാഡി നല്ല ആളാ. ഡാഡി നല്ല ആളാ. വീണ്ടും DNA? എടോ, അതൊന്നുമല്ല. ആ ടെസ്റ്റിന് താൻ വിധേയനാകണം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയെങ്കിലും വിധേയനാണ് സാറേ. ഭാര്യ എപ്പോഴും എന്റെ മോനോട് ഇടക്കടെ പറയുന്നുണ്ട്, എന്ത്? ഡാഡി നിന്റെ അല്ലാന്ന്. വീണ്ടും DNA. ഡാഡി നിന്റെ അല്ല. കറക്റ്റ്, ഡാഡി നിന്റെ അല്ല, DNA. അതെ. അയ്യോ, കറക്റ്റ്. ഒന്ന് നിർത്തോ.
ഒന്നില് നിർത്തിയാണ് സാറേ, ഒറ്റ മോൻ മാത്രമേ ഉള്ളൂ. അതല്ല, ഞാൻ അവരോടാണ് നിർത്താൻ പറഞ്ഞത്. അപ്പൊ മാഡം ഇതുവരെ നിർത്തിയില്ലേ? ഞാൻ 2 കഴിഞ്ഞപ്പോഴേ നിർത്തിയതാ. അതെന്താ 2 കഴിഞ്ഞപ്പോ നിർത്തിയത്? അല്ല എടോ, താൻ ഇവിടെ എന്തിനാ വന്നത്? കുട്ടികളുടെ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണോ? അല്ല സാറേ, ആ, എനിക്ക് റിലേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അത് വേണമല്ലോ എനിക്ക്. അത് വേണം, എന്തായാലും വേണം. താൻ ഒരു കാര്യം, മാരേജ് സർട്ടിഫിക്കറ്റ് എടുക്ക്. മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. അതുമില്ലേ? കല്യാണം കഴിച്ചിട്ടില്ല. അല്ല, ഞാൻ ഒളിച്ചോടി പോയതല്ലേ നമ്മള്. പിന്നെ അതിനൊന്നും മെനക്കെട്ടിട്ടില്ല സാറേ, കല്യാണം കഴിഞ്ഞില്ലേ. ലീലയല്ല, ഇല്ല. ഇതൊന്നുമില്ലാതെ ഞാൻ എങ്ങനെയോട് തനിക്ക് റിലേഷൻ സർട്ടിഫിക്കറ്റ് തന്നത്? അല്ല, എങ്ങനെയെങ്കിലും തരണം സാറേ, ഇല്ലെങ്കിൽ ഞാൻ അധോഗതിയാവും, അതുകൊണ്ട് പറഞ്ഞതാണ്. എടോ, അങ്ങനെയൊന്നും തരാൻ പറ്റില്ല ഈ പറഞ്ഞ സാധനം. അയ്യോ, എങ്ങനെ തന്നേ പറ്റൂ സാറേ. എന്തൊരു ശല്യം, പ്രശ്നത്തിലാണ് സാറേ. തരാൻ പറ്റില്ല. സാറിന് എത്ര വേണമെങ്കിൽ ഞാൻ കൈക്കൂലി തരാം. കൈക്കൂലി തരാം. താൻ ഞങ്ങളെ കുറിച്ച് എന്താണോ മനസ്സിലാക്കിയത്? താൻ എന്താണോ ഞങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത്? എവിടെ ഞങ്ങൾ സർക്കാർ ജീവനക്കാരാണോ? സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണോ? ഞങ്ങളുടെ സത്യസന്ധതയെ താൻ ചോദ്യം ചെയ്യുകയാണോ? ഇവിടെ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ട് പിന്നെ തന്റെയൊക്കെ തക്കാപ്പിച്ച് ഞങ്ങൾക്ക് എതിരാണോ? എടോ, ഞാൻ ഒരു കോള് വിളിച്ചാലുണ്ടല്ലോ ഇവിടെ വിജിലൻസ് പറഞ്ഞതും പിന്നെ താൻ ഈ പുറം ലോകം കാണില്ല. താൻ അഴിക്കുള്ളി കിടന്ന് ഉണ്ട തിന്നും ഉണ്ട. സത്യസന്ധരായ ജീവനക്കാരെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എത്ര തരും? എത്ര വേണം? 10 പോരാ. 50 പോരാ. 1 ലക്ഷം. ഓക്കെ, ആയിക്കോട്ടെ. 1 ലക്ഷം 1 ലക്ഷം തരാ സാറേ. കൈ കൊണ്ട് തുടരുത്, ഏ, കൈ കൊണ്ട് എടുക്കരുത്. എന്നാ കടിച്ചെടുക്കാം. എടോ, പുറത്ത് പുറത്ത് പറയണ്ട സാറേ. പുറത്ത് അവിടെ ഒരു തട്ടുകട കണ്ടോ? ഞാൻ വരുമ്പോ അവിടുന്ന് കട്ടൻ ചായ കുടിച്ചല്ലേ, ആ. അയ്യോ ഒരു ഉണക്ക കിളവൻ, ഒരു വൃത്തിയില്ല മനാരുമില്ലാന്ന് മൂക്കുന്നൊക്കെ ഇങ്ങനെ ഒലിച്ചോണ്ട് ചായ. അയ്യയ്യയ്യയ്യയ്യയ്യയ്യേ, എന്തൊരു മനുഷ്യന്റെ. ആ കിളവന്റെ കേസ് വീട്. ഏ, പുറത്ത് ആ കിളവന്റെ അടുത്ത് ചെന്നിട്ട് ആ. ഈ 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് താൻ നേരെ വിട്ടോ, പിന്നെ അവിടെ നിൽക്കണ്ട. എന്നിട്ട് നാളെ രാവിലെ 10 മണിയാവുമ്പോ തന്റെ കയ്യിൽ ഞാൻ റിലേഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് തരും. അത് ശരി. ആ, ഏതോ ഒരു കിളവന്റെ അടുത്ത് ഞാൻ 1 ലക്ഷം രൂപ കൊടുക്കണമെന്ന് നടക്കൂല സാർ. അതെ അതെ, അത് നടക്കൂല. ഏതോ ഒരു കിളവനല്ല, പിന്നെ അത് സാറിന്റെ അച്ഛനാ. ജീവനെ മണ്ടത്തരം വിളിച്ച് പറയുന്നു. പറഞ്ഞു പോയി സാർ. എന്റെ അച്ഛനാ? മണ്ടത്തരാണോ? സത്യമായിട്ടും എന്റെ അച്ഛനാ. എനിക്ക് വിശ്വാസമൊന്നുമില്ല, കണ്ടാലും അങ്ങനെ തോന്നില്ല. എനിക്ക് വിശ്വാസമില്ല സാറിന്റെ അച്ഛനാണെന്ന്. എടോ, ആ അച്ഛന്റെ മൂത്ത മോനാണ് ഞാൻ. എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഒരു പണി ചെയ്യ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അച്ഛനും നിങ്ങൾ അയാളുടെ മകനുമാണെന്നുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റ് എന്നെ കാണിക്കും, ഞാൻ കൊടുക്കാം. ആയിക്കോട്ടെ. ജീവനെ പുറത്ത് ചെന്നിട്ടേ അച്ഛനോട് പറ ഒരു റിലേഷൻ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ എന്റെ മുമ്പിൽ കൊടുക്കും. അയ്യോ, അതൊന്നും നടക്കത്തില്ല, കൊറേ നാളെടുക്കും. ശരിയാണ്, അച്ഛനാണെങ്കിൽ ഞാൻ നടത്തിക്കും. എന്റെ സ്വഭാവം എടോ, ഭാര്യയ്ക്ക് 3 നേരം റേഷൻ വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ആദ്യം ഭാര്യയായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കും. ആരുടെ ഭാര്യയായിട്ട്? സാർ സാറിന്റെ ഭാര്യയായിട്ടാ? അയ്യോ, അതറിയില്ലായിരുന്നു. എടാ, എന്നെ ഭാര്യയായിട്ടല്ലോ, തന്റെ ഭാര്യയായിട്ട് ഒരു നല്ല റിലേഷൻ ഉണ്ടാക്കി. എന്നിട്ട് താനൊരു നല്ല ഭർത്താവ്, എന്നിട്ട് ഇവിടെ വാ. എന്നിട്ട് വേണമെങ്കിൽ തനിക്ക് ഞാൻ റിലേഷൻ സർട്ടിഫിക്കറ്റ് തരണോ വേണ്ട എന്ന് ഞാൻ ആലോചിക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞവരൊക്കെ ഞാനാണ് കുറ്റക്കാരനാണോ? അതെ, താനാണ് കുറ്റക്കാരൻ, താനാണ് കുറ്റക്കാരൻ, താനൊരു തെറ്റുകാരനാണ്. അങ്ങനെ അങ്ങ് എന്നെ DNA. വീണ്ടും DNA. നീ എന്തിനാണോ DNA? DNA എന്ന് പറഞ്ഞാൽ ഇടി എന്നെ. കൊല്ലവനെ. മോൻ ഇങ്ങനെ കറങ്ങി വാ. ഞാൻ പഠിപ്പിച്ചില്ലായിരുന്നോ വഴി? ഇങ്ങനെ എന്നെ കൂടെ എങ്ങനെ വാ. അവിടെ ആരെങ്കിലും ഒക്കെ വിളിക്കും, മൈൻഡ് ചെയ്യണ്ട, കളക്കിക്കോ. ഇതിങ്ങനെ കണ്ടുപടി എന്റെ പിള്ളേരെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇഷ, അത് ശ്രീഹരി. സൂപ്പർ.
താങ്ക് യു. അപ്പൊ ഇവർ ഇത്രയും നന്നായിട്ട് നമ്മളെ എന്റർടൈൻ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ മഞ്ചേരിയിൽ നിന്ന് വരുന്ന പിള്ളേരാണ് അപ്പൊ നമ്മൾ അവരുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ അത്രയും സ്വീകരിക്കും. അതുകൊണ്ട് നമ്മൾ തിരിച്ച് നല്ല ചിരി കൊടുത്തിട്ടേ നമുക്ക് വിടാൻ പറ്റുള്ളൂ. അപ്പൊ വരാൻ പോകുന്നത് നമ്മുടെ സ്മൃതി, വിനോദേട്ട, സുരേഷേട്ട, വേറെ ആര് വേണം? ചേച്ചി ബാറ്ററി ഒന്ന് ഓണാക്കി തരുമോ? ഓക്കെ, ബാറ്ററി ഓൺ. ഓണായി. ബാറ്ററി ഓണായി. നിങ്ങൾ ഓണല്ലേ? ചിരിക്കണ്ടേ? ചിരിക്കണ്ടേ? അത് ഇത് മാത്രം മതി എനിക്ക്, നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നില്ല. അപ്പൊ നമുക്ക് ടീമിനെ വെൽക്കം ചെയ്യാം. ഇതാരൊക്കെയാ വന്നേക്ക് നോക്ക്. നമ്മുടെ മോളും മരുമോനും വേണ്ടി വന്നിരിക്കുന്നു. ഇതാരടാ, പ്രേംകുമാറോ? എന്നെ ഒരുമാതിരി ഊശിയാക്കണ സംസാരിക്കുന്നത്. ഞാൻ നിന്നെ എന്തോ ഊച്ചയാക്കിയെന്നായി പറയുന്നത്. അമ്മാവന്റെ കാര്യം മനസ്സിലാക്കണം. ചേരേണ്ടത് തമ്മിലേ ചേർക്കാവൂ, അല്ലാതെ ചേർക്കാൻ നോക്കരുത്, അത് ചേരത്തില്ല. ഞാനും നിന്റെ അമ്മായിമായിട്ട് ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. നിങ്ങളുടെ വിഷയമല്ല പറഞ്ഞത്, ഞങ്ങളുടെ വിഷയം. എടാ നീ അത് വിട്. അയ്യോ, കാണിച്ചേ. അല്ല, ഇത് വിടാൻ പറഞ്ഞു. എടാ അത് വിടാനല്ലേ പറഞ്ഞേ. നിങ്ങളുടെ വിഷയം വിട്, ഞാൻ മോളുമായിട്ട് സംസാരിച്ച് കാര്യമാക്കാന്ന് പറഞ്ഞേ. എന്നാ മോളെ പ്രശ്നം? അതായത് അമ്മാവാ, ഈ ഞാനും ഇവളുമായിട്ട് ഞാൻ 6 മാസം ഉരുളി ഭഗവതി ഉണ്ടാക്കിയ മോളാണോ നീ? പിന്നെ നീ എന്താണ് മോളെ എന്ന് വിളിച്ച വിളിയേക്കുന്നത്? ഞങ്ങൾ മാറി നിൽക്കേ. എന്നാ മോളെ പ്രശ്നം? അത് പറ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അച്ഛാ. ഇത് തന്നെയാണ്, അവൾ ഒന്നും ചെയ്തിട്ടില്ല. അമ്മാവനൊരു കാര്യം അറിയാമോ? എന്റെ ജീവിതത്തിലെ ഓരോ ചുവടും വളരെ സൂക്ഷ്മതയോടെ നടക്കുന്നയാളാണ് ഞാൻ. സൂക്ഷ്മതയോടെ തന്നെ നടക്കുന്ന ഒരുത്തനാവൻ. എന്നാ മോളെ കരയുന്നത്? ലൈഫ് ഡിസ്ട്രോയിഡ് ആയി അച്ഛാ. ഡിസ്ട്രോയിഡ് ഒന്നും ഇടിച്ചു കാണത്തില്ല, അത്ര വലിയ വീഴ്ചയൊന്നുമല്ലോ വീണിരിക്കുന്നത്. എന്തുവാടാ? അമ്മാവനൊരു കാര്യം അറിയാമോ? ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലും 6 മാസത്തിൽ കൂടുതലായി ഇവളൊന്ന് കഴുകിയിട്ട് തന്നിട്ട്. ഞാനോർത്ത് വിടാണ്ട് എലിജത്ത് നാറ് വന്നു. നീയായിരുന്നു അത്. അങ്ങോട്ട് മാറി നിൽക്കടാ. മോളെ ഒരു കാര്യം ചെയ്യണം, അവന്റെ ഡ്രസ്സ് അല്ലേ വല്ലപ്പോഴും ഒക്കെ നല്ല തേച്ച് കൊടുക്കണം. അച്ഛാ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മൂഡ് സ്വിങ്സ് വരും. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഇങ്ങേരോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എടി, നീ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാനൊരു മണ്ടനാന്നല്ലേടി? അത് സത്യമാണെങ്കിലും അതിന്റെ അർത്ഥം അതല്ല. അമ്മാവനൊരു കാര്യം മനസ്സിലാക്കണം. എന്തുവാടാ? എന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച പറ്റിയാൽ വീണ്ടും രണ്ടാമതൊരു വീഴ്ച പറ്റാൻ ഞാൻ അനുവദിക്കത്തില്ല. വീഴ്ച പറ്റാൻ അനുവദിക്കത്തേ ഇല്ല. എന്തിനാ മോളെ പിന്നെ കിടന്ന് കരയുന്നത്? ലൈഫ് ഡിസ്ട്രോയിഡ് ആയി. ഈ പ്രാവശ്യം ഡിസ്ട്രോയിഡ് പോയി ഇടിച്ച് കാണും. അമ്മാതിരി വീഴ്ചയാവാൻ എന്താ നിനക്ക്? ഇനി ഇവളുമായിട്ടുള്ള ജീവിതം മുമ്പോട്ട് പോകത്തില്ല. ഞാൻ ഇവളെ ഇവിടെ ഉപേക്ഷിക്കുന്നു. ഇവളിനി എനിക്ക് വേണ്ട, ഞാൻ പോവുക. എടാ നീ നിന്റെ ഇവളെ ഉപേക്ഷിച്ച് നീ വീട്ടിലോട്ട് പോയി നീ എങ്ങനെ ജീവിക്കുമെന്നായി പറയുന്നത്? ഞാൻ എന്റെ അപ്പൂപ്പനോട്ട് ജീവിക്കും. എന്തോ വൃത്തികെട്ടനാന്ന് നോക്കിയാൽ അവൻ അപ്പൂപ്പനോട്ട് പൊറുക്കാൻ പോവാ. പിന്നെന്തുവാ പറഞ്ഞേ? എന്റെ അപ്പൂപ്പനെ പോലും ഇവള് നോക്കത്തില്ല. ഞാൻ പോയി എന്റെ അപ്പൂപ്പനെ നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ സുഖമായിട്ട് നിന്നോളാം. എടാ കൊച്ചേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചട്ടിയും കലവാണെങ്കിൽ തട്ടിയും മുട്ടിയും എന്നൊക്കെ പറഞ്ഞിരിക്കും. മനുഷ്യ, ഓ ഇവിടുത്തെ വലിയ കലവായി കാവുമ്പിടിച്ച ചട്ടിയെ തട്ടാൻ വിളിക്കുക. എന്നാ മോളെ ഇങ്ങോട്ട് വന്നേ, വേറെ ഒന്ന് കീറിയിട്ടേ. വിറക് കീറാൻ ഞാനോ? ഇപ്പൊ ഒരു ടെക്നിക് കൊണ്ട് പറഞ്ഞുതരാം മോളെ. ഇടയ്ക്കിടയ്ക്ക് വരുന്ന സംഭവത്തിന്റെ പേരെന്തുവാ? എനിക്കിന്ന് വിറക് കീറാൻ പറ്റത്തില്ല, എനിക്കിന്ന് മൂൺ സ്വിങ്സാ. എങ്ങനുണ്ട്? അച്ഛനൊരു കാര്യം അറിയോ? എന്തുവാ? ആ വീട്ടില് ഞാൻ പട്ടിയെ പോലെ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. ഒന്ന് സഹായിക്കാൻ പോലും വരത്തില്ല ഈ അനുരാഗേട്ടൻ. ഈ അനുരാഗേട്ടൻ ഇത് കേൾക്കുമ്പോഴാ എനിക്ക് എന്റെ ദേഷ്യം വരുന്നത്. എടാ വല്ല ചെല്ലപ്പെണ്ണോ തങ്കപ്പെണ്ണോ ഇടാനുള്ള മുഖവേദന കൊള്ളൂ. നീ അനുരാഗേട്ടൻ ഇങ്ങേരോട്ടല്ലോ വെളിയിൽ പോകുമ്പോ എന്നെ ഇട്ടിട്ട് പോവും. വെളിയിൽ പോകുമ്പോ വിളി ഇട്ടോണ്ട് വളന്തോ എന്റെ അണ്ടർവെയറോ? വെളിയിലോട്ട് പോകുമ്പോ വീട്ടിൽ എന്നെ ഒറ്റക്കിട്ടിട്ട് പോകുന്നു. മോളെ അതങ്ങനെ പറയേണ്ട കാര്യമില്ല. നിനക്ക് 10-40 വയസ്സായില്ലയോ? പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. എന്തുവാ ഇപ്പൊ പറഞ്ഞു? ഒന്നും കൂടെ പറഞ്ഞേ. അത് പറയേണ്ട കാര്യമില്ല. ഈ റൂട്ട് ധരിച്ചോണ്ട് നീ പോകണ്ട. ഈ കാര്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അച്ഛാ, ഒന്ന് സ്നേഹത്തോടെ ഇതുവരെ നോക്കിയിട്ടുണ്ടോ ചോദിക്കാ? ഭാര്യമാരാകുമ്പോ ഭർത്താക്കന്മാരെ സ്നേഹത്തോടൊക്കെ നോക്കണം. ഞാൻ സ്നേഹത്തോടെ നോക്കുമല്ലോ. സ്നേഹത്തോടെ നോക്കാൻ നിനക്കറിയാവോ? എനിക്കറിയാം. എങ്ങനെ നോക്കുന്നേ? ഇങ്ങനാണോ? മീനാക്ഷി, പുതിയൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അയച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വരാം. ഈ തീർത്തോട്ടെ. അമ്മാവനൊരു കാര്യം മനസ്സിലാക്കിക്കോ. എന്താ? എന്റെ ജീവിതത്തിൽ ഓരോറ്റ വീഴ്ചയെ സംഭവിച്ചിട്ടുള്ളൂ.
ഇവിടെ വന്നതിന് ശേഷം ഈ കണാപ്പം മൂന്നാമത്തെ വീഴ്ച വീഴുന്നേ. അവൻ ഒറ്റ വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. എന്നാ വർത്താനമാണ് ഇതേ പറയുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, നീ ഇങ്ങോട്ട് വന്നേ. എടാ, കല്യാണ മണ്ഡപത്തെ വെച്ച് ഇവിടെ കൈ ഞാൻ നിന്റെ കയ്യിലോട്ട് പിടിച്ചു തരുമ്പോ നിന്നോട് ഞാൻ എന്തുവാ പറഞ്ഞത്? മോനെ മരുമോനെ, കൈ നല്ലതുപോലെ വിറയ്ക്കുന്നുണ്ട്. ഓഡിറ്റോറിയത്തിന്റെ പുറവിലോട്ട് വന്നാ ഞാൻ തന്നെ ചെറുതൊഴിച്ചു തരാം. അതല്ല, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തന്നെ എന്തുവാ? അത് കഴിഞ്ഞ് പറഞ്ഞത് നീ കൂറ്റാലും ശരി കൂറ്റില്ലാലും ശരി ഷെയർ തന്നിട്ടേ പോവാ. അതല്ല, എടാ, ഇവളെ കുറിച്ച് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു തന്നു. അമ്മാവ മാത്രമല്ലല്ലോ പറഞ്ഞു തന്നത്, അവിടെ കൂടിയവര് മൊത്തം എന്നോട് പറഞ്ഞു തന്നു. എന്നിട്ട് അതുപോലെ മൈൻഡ് ചെയ്താണ് ഇവിടെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് പോയത്. ഇങ്ങനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ എല്ലാ ദിവസവും ഡൗറിയുടെ പേരും പറഞ്ഞ എന്നെ അടിക്കുന്നത്. എടാ, ആ ചെറുക്കനുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും തീർത്തിട്ടാ നിന്റെ കൂടെ ഞാൻ കെട്ടിച്ചു വിട്ടത്. ആ വിഷയത്തെ കുറിച്ച് ഡൗറി എന്ന് പറഞ്ഞ സ്ത്രീധനം. സ്ത്രീധനം നമ്മളെ ഒരു കാര്യം പറയാം, എന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നിനക്ക് അറിയാമല്ലോ. പിന്നെന്താ നിന്നെ ഇംഗ്ലീഷ് ചികിത്സ? ഞാൻ ഇപ്പൊ എല്ലാം വിളിച്ചു പറഞ്ഞേനും. രണ്ടുപേരും കൂടെ അവിടെ കുശുകുശാ സംസാരിക്കുന്നത് ഞാൻ കേട്ട്. എന്നെ ഒരു പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത് രണ്ടുപേരും കൂടെ. എന്താ എന്തോ ഡയറിയുടെ കേസ് പറയുന്നത് കേട്ടല്ലോ. ആദ്യം അതെടുത്തോണ്ട് അതിലുള്ളത് വായിച്ചിട്ട് ബാക്കി കാര്യം. ഇവൻ അച്ഛൻ്റെ കൂട്ട് തന്നെ കേട്ടോ, വിദ്യാഭ്യാസം ലോ. പിന്നെ വേറെ കാര്യം, എടാ, സ്ത്രീധനത്തെ കുറിച്ച് നീ സംസാരിച്ചല്ലോ. എടാ, വാക്ക് പാലിക്കാത്ത വേറെ ഒരു കിഴങ്ങനാ ഞാനെന്ന് നിനക്കൊരു വിചാരമുണ്ട്. പിന്നല്ലേ ഉണ്ടോ? എടാ, ഞാൻ അങ്ങനല്ല, ഞാനല്ല പറഞ്ഞത്. എടാ, ഈ മേലിടത്ത് കൈമളുണ്ടല്ലോ, ഒറ്റ വാക്കേ പറയത്തുള്ളൂ. അതെന്താ ബാക്കി വാക്കെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു? ഞാനില്ല, ഞാൻ കളിക്കുന്നില്ല, ഞാനതല്ല പറഞ്ഞേ. എടാ, ഞാനും എന്റെ പെണ്ണും പിള്ളേം കൂടെ ഇവിടെ എന്തെങ്കിലും ഈശാപോശ വർത്താനം പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടോ? എത്ര തവണ ആണ്ട് കിടക്കുന്നു. ഞാനിപ്പോ എന്തോ പറയാനാ? പൊന്നച്ച, അയാളെ സ്വർണത്തിന്റെ കാര്യ പറയുന്നത്. അയാൾക്ക് സ്വർണം വേണം. അത് പറയാ. സ്വർണത്തിന്റെ കാര്യമാണെങ്കിൽ എനിക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു 10 മാസം താ, ഞാൻ സ്വർണം തരാം. അതെന്തോ സ്വർണത്തിനെ പ്രസവിച്ചു തരാനോ? ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ. എടാ, കല്യാണ മണ്ഡപത്തിൽ വെച്ച് നിനക്ക് 1 ലക്ഷം രൂപ ഞാൻ എണ്ണി തന്നോടാ. 1 ലക്ഷം രൂപ എണ്ണി തന്നോടാ. അത് നീ എന്തോ ചെലവാക്കിയെന്ന് പറ. ഒരു കട്ടില് മേടിച്ചു, ഒരു കസേര മേടിച്ചു, ആട്ടോ കൊണ്ട്. കണക്കായി പോയി. ആട്ടോ ഉണ്ടെങ്കിൽ നോക്കി മേടിക്കണമായിരുന്നു. അതല്ലെന്ന്, ഒരു ആട്ടോയും കൂടെ മേടിച്ചു. ആ പൈസ കൊടുത്തു. ഓട്ടോയും കൂടെ മേടിച്ചെന്നേ? അത് ശരി. അമ്മാവനൊരു കാര്യം മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കുന്നത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, ഇതുവരെ ഒരു കുഞ്ഞക്കാല് പോലും കാണാൻ പറ്റിയിട്ടില്ല. അയ്യോ, കുഞ്ഞക്കാല് കാണണമെങ്കിൽ ഇവിടെ വന്ന് ബാഗും കെട്ടിപ്പിടിച്ചോണ്ട് കിടന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഇതാണ് ശരിയല്ലെന്ന് പറഞ്ഞത്. നിങ്ങൾ ശരിയല്ല. ഈ ബന്ധം ഇനി മുമ്പോട്ട് പോകത്തില്ല. ഞാൻ ഇവിടുന്ന് പോകുവാണ്. ഇനി നിങ്ങളെ പാടായി. ആയിക്കോട്ടെ, പോടാ, ഇറങ്ങി. ആരും പുറകിന്ന് വിളിക്കുന്നില്ലയോ? ഒരാളും പുറകിന്ന് വിളിക്കുന്നു. നീ ഇറങ്ങി പോടാ അങ്ങോട്ട്. ഒന്ന് വിളിക്കാൻ ശ്രമിച്ചു നോക്ക്. എടാ, നീ ഇറങ്ങി പോകാനാ പറഞ്ഞു എന്നോട്. എന്നാ ഞാൻ പോവാ. പോണൊരു പോട്ടച്ച. അതെങ്ങനെ ശരിയാവും? എന്തോ ഒരുമാതിരി ഞാൻ കുഞ്ഞാ പറയരുത്. പറഞ്ഞു ഇവിടെ വന്ന് ഇങ്ങനെ അഭിനയിച്ച് കാണിച്ച് അച്ഛൻ തരാനുള്ള തീരുമാനം തരുമെന്ന്. എപ്പോ കാരോ? എനിക്ക് സംഭവമൊക്കെ മനസ്സിലായി. എടാ, എന്റെ ഇന്ന് സ്ത്രീധനം മേടിക്കാനുള്ള നിന്റെ ഒരു അടവായിരുന്നു ഇതല്ലയോ? സ്ത്രീധനം മേടിക്കാനുള്ള എന്റെ ഒരു അടവായിരുന്നു ഇത്. പക്ഷെ എനിക്കിപ്പോ വേറൊരു കാര്യം മനസ്സിലായി. എന്തുവാ? എന്നെ ഒഴിവാക്കാനുള്ള ഇവളുടെ വേറൊരു അടവായിരുന്നു ഇത്. മക്കളെ, മഞ്ചേരിക്കാരെ കിറ്റങ്ങ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടു. ആണോ? മാമന്മാരെയൊക്കെ ഇഷ്ടപ്പെട്ടു, ചേച്ചിയൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല അഭിനയായിരുന്നോ? ആ കള്ളച്ചിരി നല്ല രസമുണ്ടായിരുന്നു. കള്ളച്ചിരി സൂപ്പറായിരുന്നു. കള്ളച്ചിരി നല്ല രസമുണ്ടായിരുന്നു. എന്ത് ഇല്ലയോ? ഏട്ടന് എത്ര വട്ടത് വീഴണേ? ഒരു വട്ടം വീഴും പറയുമ്പോ 3 വട്ടമൊക്കെ വീഴും. ഏട്ടാന്നൊക്കെ. അതെ, അതിന് മനസ്സിലായി. അതെ, ഏട്ടനല്ല, അതെ, ഭയങ്കര ഒരു മാമൻ. ശരിക്കും ഈ അച്ഛനെ എന്തിനാണ് ഇത്രയും നടന്നൂടെ മാമാന്നൊക്കെ? വലിയ മാമാന്ന്. കൊള്ളാം, പിള്ളേരെന്തായാലും ഭയങ്കരമായിട്ട് വീഴ്ചയും കൂടി വേണമായിരുന്നു. ആരുടെ വീഴ്ച? ഒറ്റ എന്റെ ജീവിതത്തിലെ ഓരോ ചുവടും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഞാൻ മുമ്പോട്ട് നടക്കുന്നത്. എടാ, നാണമുണ്ടോടാ? കൊച്ചു പിള്ളേരെന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞത് ഇവൻ ഇപ്പോഴും മനസ്സിലായില്ല പിള്ളേരോട്. കൊച്ചു പിള്ളേരെന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് എന്തൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെ ആഗ്രഹം നടന്നില്ലേ? ഇനി നമുക്ക് ബാറ്ററി എത്രത്തോളം നമ്മൾ ചിരിച്ചു, അത് എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? നോക്കാം. എന്നാ ഉറക്കെ എല്ലാരും കൂടെ ബാറ്ററി എന്ന് വിളിച്ചേ. ബാറ്ററി.
ഹാപ്പി. 32,000 rupees ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ പൈസ ഇട്ട് കൊടുത്തു. അച്ഛന് പൈസ ഇല്ല. അതിട്ട് കൊടുക്കില്ല അല്ലേ? ശരി, എന്നാ അടുത്തൊരു പൈസ ഇടുന്ന ഒരു സ്കീം ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? ബാങ്ക് ഓഫ് ബോംബെ എന്ന് വിളിച്ചേ. ബാങ്ക് ഓഫ് ബോംബെ. ഓക്കേ, ഇടട്ടെ മക്കളെ, കൊടുക്കട്ടെ? ഇപ്പൊ കൊടുക്കാം. ദാ 3 2 ദാ. തിരിച്ചു വന്നപ്പോൾ ഞാൻ രണ്ടാൾക്കാരെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. സംഭവത്തിന് മുമ്പ്, കുറച്ചു മുമ്പ് ശ്രീവിദ്യ വന്നിട്ട് ഭയങ്കര ഷോ ആയിരുന്നു. അവര് മഞ്ചേരിയിൽ നിന്ന് ആൾക്കാരെ ഇറക്കുന്നു, അവര് ഡാൻസ് കളിക്കുന്നു, മറ്റേ സ്കേറ്റ് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളും. ഹുളഹൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പൊന്നാനിന്ന് നമ്മുടെ അഷ്റഫിക്കനെ വിളിച്ചു. കൂടെ അഷ്റഫിക്കയുടെ സ്വന്തം, അഷ്റഫിക്കയുടെ അമ്പാനായിട്ട് നടക്കുന്ന അബാനെ ഞാൻ വിളിച്ചു. ഇവര് അച്ഛനും മോനുമാണ്. ഓ അഷ്റഫിക്കനെ നമുക്ക് ഓൾറെഡി അറിയാം, ആർട്ടിസ്റ്റ് ആണ്, ഒരുപാട് സൗണ്ടുകളൊക്കെ എടുക്കുന്നതാണ്. ഇവരുടെ ഫാമിലിയെ മിമിക്രിയും സൗണ്ടും എല്ലാം കൂടിയാണ്. എല്ലാവരും അവാർഡ് വിന്നേഴ്സ് ആണ്, സ്റ്റേറ്റിലൊക്കെ പോയി മത്സരിക്കുന്നതാണ്. പക്ഷെ അഷ്റഫിക്ക കുടുംബത്തിനെ മൊത്തത്തിലാണ് ഞാൻ വിളിച്ചത്. മോള് വന്നില്ല. മോള് മെഡിക്കൽ കോളേജിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക, സെക്കൻഡ് ഇയർ എക്സാമും കാര്യമാണ്. മോള് കഴിഞ്ഞ 5 വർഷമായിട്ട് സംസ്ഥാന കലോത്സവത്തിലെ മിമിക്രി വിന്നറാണ്. അബാൻ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ വിന്നറാണ്. 8 വർഷമായിട്ട് എന്റെ കുടുംബത്തിലേക്കാണ് മിമിക്രി എന്ന് പറയാ. ഞാനാണ് ഇവരെ ടീച്ചർ. അതെ, അതായിരിക്കണം അല്ലേ? അഷറഫക്ക നമ്മളിപ്പോ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം അഷറഫക്കയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. അതിലുപരി ആ വരുന്നതിലൊരു 5-6 പേര് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അഷ്റഫിക്ക, ഇന്ന് നമുക്ക് ഇവിടെയുള്ള എല്ലാരെയും പ്രേക്ഷകരെ ഉൾപ്പെടെ ഞെട്ടിക്കാനുള്ള കിടുക്കാച്ച ഐറ്റം എന്നാന്നൊന്ന് പറഞ്ഞേ. പൊളിക്കാം. എന്നാ സംഭവം? എന്നാ നമുക്കേ നമ്മളൊരു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു സാധനം ചെയ്യാൻ പോകും. അപ്പൊ എന്തൊരു ആഘോഷം തുടങ്ങുമ്പോൾ നമ്മളൊരു വെടിക്കെട്ടോട് തുടങ്ങണ്ടേ? അല്ല, ഒരു ചില്ല് വെടിക്കെട്ടോടെ വേണ്ടേ? മലപ്പുറംകാര് മൊത്തം ഇവിടെ ഉണ്ട്. അപ്പൊ ടീം മലപ്പുറംകാർക്ക് വേണ്ടി വെടിക്കെട്ട് പരിപാടി ഇതാ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഹാപ്പി ദിവാലി. തിരികൊളത്തി അല്ലേ? വെടിക്കെട്ടിന് തിരികൊളത്തി. ഇപ്പൊ ഞങ്ങള് മലബാർ പൊന്നാനിന്നാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ പൊന്നാനിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, മലപ്പുറത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഡയാനക്കൊക്കെ അറിയാം. അപ്പൊ ഞങ്ങളവിടെ ഒരു കല്യാണം നടന്നല്ലേ? നിങ്ങളുടെ എടപ്പാളാണ് കല്യാണം നടന്നതെങ്കിലും നിങ്ങൾ ആ കല്യാണമായിട്ട് പൊന്നാനിയൊക്കെ വന്നിട്ടുണ്ട്, കർമ്മനാട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ടപ്പത്തിരിയും അല്ലെ? അവിടെ വന്നിട്ട് കല്യാണം എന്ന് പറഞ്ഞപ്പോ മലബാറിൽ ഭയങ്കര എൻജോയ്മെന്റ് ആണ്. ഒരു 10-20 ദിവസം കല്യാണം തന്നെ അല്ലേ? അപ്പൊ ഈ കല്യാണത്തിന് ഒരുപാട് ബോഡി കൂട്ടാൻ വേണ്ടി പലതരത്തിലുള്ള കലാപരിപാടികളുണ്ടാവും. മുട്ടിപ്പാട്ട്, അറബന മുട്ട്, അങ്ങനെ പല പാട്ട്. അപ്പൊ നമ്മൾ അറബന മുട്ടിന്ന് ആരംഭിച്ചാലോ? ഇൻട്രസ്റ്റിംഗ്. ആനേ മദന പൂങ്കനിത്തേനാരേ ആടങ്ങൾ വഴിവിട്ട ഇനി ഇന്നാളേ ആനേ മദന പൂങ്കനിത്തേനാരേ. അറബന മുട്ട് പോലെ തന്നെ കല്യാണത്തിന് മേന്മ കൂട്ടുന്നത് വേറെ റൈറ്റാണ് കോൽക്കളി. മോയിൻകുട്ടി വൈദ്യരുടെ ഇഷ്ടങ്ങളെ കൊണ്ടുണ്ടാക്കിയ കോൽക്കളി പാട്ട്. അപ്പൊ കേൾക്കാം. റെഡി? തരണം പീതാപോരെ ഉങ്ങളൊഴികയിൽ സ്ഥാനത്തിലാരും എനിക്കില്ലല്ലോ ഭരണത്താലേറ്റം നിയമത്തുണ്ടെന്നാലും ബാവയെനിക്ക് സുഖമില്ലല്ലോ. ഓക്കെ, താങ്ക് യു. ഇനി അപ്പാന്ന് നമ്മളെ സ്റ്റേറ്റിലൊക്കെ മത്സരിക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പൊ അതില് ആ ഒരു സംഭവം ചെയ്യാം. അപ്പോ ദളപതി രജനീകാന്തിന്റെ ജയിലർ എന്ന സിനിമയും കമലഹാസന്റെ വിക്രം എന്ന സിനിമയും കൂടി ഒരു കോമ്പിനേഷൻ. 2 സൂപ്പർ സ്റ്റാറുകളുടെ ഒരു കോമ്പിനേഷൻ. நான் வச்சதுதான் ரூல்ஸு. அவன் ரூல்ஸ் ஏற்றத்துக்கு நான் அப்பப்போ மாட்டிக்கிட்டே இருப்பேன். அவன் கட்சி இப்போ நீ கேட்டு ஃபாலோ பண்ணணும். அவன் விட்டு அதாவது அலாவடி கொலை பண்ண நினைச்ச உன்னை கண்டம் துண்டமா ஒட்டி கழிச்சு போட்டுடுவேன். ஹோக்கம் டைகர் கா ஹோக்கம். என்ன சாரு, நான் சும்மா ஹோபிக்காக பண்ணல.
പ്രൊഫഷണൽ 100% പ്രൊഫഷണൽ. ഗുണ அந்த பாட்ட போடுறா. നായകൻ വീണ്ടും വരാ ഒன்றൽ சேர்ந்ததும் അവൻതാനേ രാക്ഷസനാവും അവൻ. இந்த மாதிரி தாரங்களில் வீரர்கள் சொல்ற வார்த்தை தெரியுமா? பாத்துக்கலா ஜும் சக்கும் சக்கும் சக்கு சக்கும் 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 ஜும் சக்கும் சக்கும் சக்கு சக்கும் சக்கும் சக்குன்னு பூம். பத்தல பத்தல முட்டையும் பத்தல முட்டையும் பத்தல பத்தல ஆடுறாத நீ ஒத்தார் விட்றாத மௌன. ഓ ഓക്കെ, അപ്പോ ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള സൗണ്ടുകളാണ്, മൈന്യൂട്ട് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സൗണ്ട് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പാന്റിന്റെ കേൾക്കാതെ പോകുന്ന സൗണ്ടാണ്. പാന്റിന്റെ സിബ് ഇടുമ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ട്, ഉണ്ടാവല്ലോ, ശ്രദ്ധിച്ചോ? സൈലന്റ്. ഇനി അടി മുതൽ മുകൾ വരെയുള്ള ടീഷർട്ട് ഇടുമ്പോൾ സിബിന് സൗണ്ടിന് വ്യത്യാസം ഉണ്ടാവുന്നു. ഇനി നമ്മുടെ സിബ് കേട് വരാറുണ്ട്. ഈ ട്രാവലർ ബാഗിന്റെ ഒക്കെ സിബ് കേട് വന്നു കഴിഞ്ഞാൽ സൗണ്ടിനുണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും. കേട് വരാൻ പോവുകയാണ്. അടിപൊളി, താങ്ക് യു. അപ്പൊ അതുപോലെ നമ്മുടെ വീട്ടില് കിണറ്റിൽ നിന്ന് വെള്ളം മുക്കുമ്പോ കപ്പി ഉപയോഗിക്കാം. ഇത് തുരുമ്പ് പിടിച്ച കപ്പിയാണെങ്കിൽ കപ്പിക്ക് ഒരു സൗണ്ട് ഉണ്ടാവുക. ഓക്കെ, ആക്ഷൻ കാണിച്ചു, ഞാൻ എടുക്കാം. വെള്ളം മുക്കി കഴിഞ്ഞാല് ഈ ചെറുപ്പത്തിൽ ഇവനിങ്ങനെ കിണത്തിന്റെ അവിടെ നിന്ന് ബക്കറ്റ് ഇങ്ങനെ അപ്പൊ നേരെ ബക്കറ്റ് കിണത്തിലേക്ക് പോകുമ്പോ കപ്പിയുടെ സൗണ്ട് ഇങ്ങനെ പോകും. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ മലയാള സിനിമയിൽ യുവതാരങ്ങൾ ഹരമായി മാറുന്ന യുവതാരങ്ങൾ ആദ്യമായിട്ട് നെസ്ലിന്. നസ്ലിൻ അടിപൊളി. ഇന്ന് മലയാളത്തിലൊരു എന്താ പറയാ യുവ സൂപ്പർ സ്റ്റാറായി മാറിയിട്ടുണ്ട് നെസ്ലിന്റെ സൗണ്ട്. നിങ്ങക്ക് എന്നെ അറിയാൻ പാടില്ല എന്നിട്ടാണ് എല്ലാവരെയും കരയിപ്പിച്ചേ ഞാൻ. കയ്യൂക്കൊണ്ടല്ല, നാവിന്റെ ബലത്തില്. എന്ത് പണ്ടാരൂണവൻ ഒരുമാതിരി ജാടി കണ്ടപ്പോ തന്നെ ഒടുക്കത്തെ 5 ഡയലോഗും എനക്കാണെങ്കിൽ ആകെ പൊളിഞ്ഞിട്ട്. അപ്പൊ നെസ്ലി മാത്രമല്ലല്ലോ, യങ്സ്റ്റേഴ്സിൽ ഇപ്പൊ പുതിയ നമ്മളെ ഷൈനികം. അടിപൊളി, ഷൈനികം. എന്താണ് സീൻ? എന്താണ് ഇയാളെന്തിനാണ് ചൂടാവണേ? പറഞ്ഞാ പോരെ, ഇതൊന്നല്ല ജീവിതം. ഇതെന്ന് പറഞ്ഞാൽ വേറെ മൂടാണ്, വേറെ വൈബാണ്, മനസ്സിലായ? അപ്പൊ അടുത്തതായിട്ട് നമ്മളെ പണി സിനിമയിൽ വില്ലൻ കഥാപാത്രം കാഴ്ചവെച്ച പണി എന്ന് പറഞ്ഞ സിനിമയില് പുതിയ വില്ലൻ സാഗർ സൂര്യ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തൃശ്ശൂർക്കാരനാ. പറയും ഗിരിയേട്ടൻ. എന്തുട്ടാ ഗിരിയേട്ടന്റെ സെറ്റപ്പ്? നീ ആരടാ? നീ ആരെന്റെ അപ്പനതല്ലാൻ? നിനക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കടാ. നീ ആരാ? ഡോണാ? ഞാനാടാ ഡോണ്, ഡോൺ സെബാസ്റ്റ്യൻ. അതുപോലെ നമ്മുടെ ഏതൊരു ഇന്റർവ്യൂ എടുത്തു സിനിമാ നടന്മാർ ഇന്റർവ്യൂ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന, ചിരിക്കുന്ന, അല്ലെങ്കിൽ അല്ലെ കമന്റ് പറഞ്ഞ ഷൈൻ ടോം ചാക്കോന്റെ ഇന്റർവ്യൂ. ഒന്ന് നിങ്ങൾ പറയണേ, ഇതൊരു സിനിമയുടെ ഇന്റർവ്യൂ അല്ലേ? സിനിമയുടെ ഇന്റർവ്യൂ നമ്മൾ സിനിമയുടെ കാര്യമില്ലേ ചോദിക്കുക അല്ലേ? ബാത്റൂമിൽ ഇറങ്ങി വരുമ്പോ ബാത്റൂമിലെ കാര്യം ചോദിക്കണ്ടേ? ഞാൻ ട്രോളിയതല്ല, അതല്ലേ സത്യം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതൊക്കെ ന്യൂ ജനറേഷൻ പെട്ട ആളാണ്. പഴയ ജനറേഷനിൽ ഒരാളുണ്ട്, അതായത് പഞ്ചവാദ്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വാദ്യമാണ് ഇലത്താളം. അറിയാലോ അല്ലെ? ഇലത്താളത്തിന്റെ ശബ്ദത്തോട് സാമ്യമുള്ള ഒരു നടൻ, അയാളെ പേര് ഞാൻ പറയില്ല, കാണിച്ചു തരാം. കണ്ടനാളങ്ങൾ കൊണ്ട് ഇലക്ട്രോണിക് മ്യൂസിക്കിന്റെ ശബ്ദങ്ങൾ അനുകരിക്കുന്ന അപ്പാൻ അല്ലെ? അപ്പാൻ ഒരു മത്സരം ബീറ്റ് ബോക്സ്. ഇനി നമ്മൾ ഈ ബീറ്റ് ബോക്സ് ഉപയോഗിച്ചിട്ട് പഴയ ഒരു മലയാള സിനിമയിലെ പാട്ട് പാടിയിട്ട് ഇവരെ കൊണ്ട് വായിപ്പിച്ചാലോ? നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മഴവില്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു
മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ. അതുപോലെ വേറൊരു ഇറ്റ് പാട്ടാണ്, പഴയ പാട്ട്. ഇനി തീരം തേടും തിരയുടെ പാട്ടും താളലയത്തിലുണർന്നു മതാലസയായി. ഇനി പ്രേമം പൂക്കും പുകിലിൻ മേട്ടിൽ കാമമുറക്കമുടത്തി വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനീതിലെ. ഇനി തീരം തേടും തിരയുടെ പാട്ടും താളലയത്തിൽ ഉണർന്നു മതാലസയായി. ഈ ബീറ്റ് ബോക്സ് ഒക്കെ വായിക്കുമ്പോഴേ ബീറ്റ് ബോക്സിന്റെ ഇടയിൽ കൂടെ മണിച്ചേട്ടന്റെ സംഭവം. മണിച്ചേട്ടൻ സ്റ്റേജിലേക്ക് വരുമ്പോഴേ എങ്ങനെ, പ്രിയമുള്ള നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. പല ആളുകൾ പറയും ഞാൻ പാട്ട് പാടുമ്പോൾ അതിൽ മസാല ചേർക്കാറുണ്ട്. സത്യമായിട്ട് പറഞ്ഞാലില്ല, എൻ്റെ അച്ഛനറിയാലോ, പുള്ളി ഇങ്ങനെ കള്ളിച്ചാപ്പിൽ പോയിട്ട് 2 എണ്ണം വിട്ടിട്ട് എന്നോട് പറയൂ, അടാ മണിയാ ഇവിടെ കംപ്ലീറ്റ് കള്ളൂട്ടിയ മര. ആ അച്ഛൻ്റെ ഓർമ്മയാ മണിയുടെ പാട്ടും എല്ലാം. അപ്പൊ നമുക്ക് തുടങ്ങാം. വാരിക്കച്ചക്കട ചൂള കണക്കിന് തുടുത്തൊരു കല്യാണി, തുടുത്തൊരു കല്യാണി. കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായോ. ചാട്ടുളു മുന തുളക്കിണ് മൂർച്ചയുള്ളൊരു നോട്ടമാ. കാലിടറിന് വയറരിയിൽ നെഞ്ചിലിടിക്കണ് കല്യാണി. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. താങ്ക് യു. അല്ല, യൂഷ്വലി മിമിക്രി അല്ലാതെ ഇങ്ങനെയൊക്കെ ടാലൻസ് വരുമ്പോ നമ്മൾ കേൾക്കാത്തയും കാണാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ഇന്ന് കണ്ടത്. സൂപ്പറായിരുന്നു. അച്ഛൻ മോനൊന്നും പറയേ വേണ്ട. അച്ഛൻ എന്താ പറയാ, മോനായതാണോ അല്ല മോൻ അച്ഛനായതോ എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. രണ്ടാളും മത്സരിച്ച്, ഞാനിത് മത്സരം പോലെയാണ് ഇത് കാണുന്നത്. സൂപ്പറായിട്ട് രണ്ടുപേരും നന്നായി, നല്ലൊരു ഗുരുവാണ് കിട്ടിയ മോനെ. അച്ഛനാണെങ്കിലും ഗുരു കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യമാണ്. സത്യം. ആൻഡ് ദെൻ ഹി ഹാപ്പൻസ് ടു ബി യുവർ ഫാദർ. യു ആർ ഡബ്ലി ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു. എല്ലാ വർഷവും അക്ഷരപ്പിക്കയുടെ സ്റ്റുഡൻസ് ഉണ്ട് സംസ്ഥാന സ്കൂളുകൾ. ഓരോ വർഷം ഓരോ പുതുമാളൊക്കെ കൊണ്ടുവരും. അതുകൊണ്ടാണ് അദ്ദേഹം ആ പ്രൈസുകളും പിള്ളേർ മേടിക്കുന്നത്. അടിപൊളിയായിരുന്നു. സൂപ്പർ. എന്തായാലും ഞാനിവിടെ ശ്രീവിദ്യ വന്ന് ഷോ കാണിച്ചപ്പോ ഒന്ന് താന്നു പോയി. പക്ഷെ അഷ്റഫ് ഓക്കെ കേട്ടി തന്നു. താങ്ക്സ് മോനെ. ഇനി അടുത്ത തവണ വരുമ്പോ ഫാമിലി ആയിട്ട് ഉറപ്പായിട്ടും വരണം. വേറെ കാര്യം കൂടി പറയണ്ടേ? തീർച്ചയായിട്ടും. ഇവർ ഇപ്രാവശ്യം 4ാമത്തെ തവണയാണ് സ്റ്റേറ്റിൽ മത്സരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. തീർച്ചയായിട്ടും. ഓൾ ദ ബെസ്റ്റ്. ഇവൻ പഠിക്കുന്നത് ഐഡിയൽ കടക്കശ്ശേരി സ്കൂളിലാണ്. ആ സ്കൂളും ഭയങ്കര സപ്പോർട്ടാണ് അവർക്ക്. അപ്പൊ അവർക്കും നമുക്കൊരു എല്ലാവർക്കും ഒരു ഹൈ കൊടുക്കാം. ഐഡിയൽ കടക്കശ്ശേരി. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, നമ്മുടെ ഫുൾ പ്രാർത്ഥന ഉണ്ടാവും. ജയിച്ച് തിരിച്ചു വരാം. ഓക്കെ, വരുമ്പോ ഇനി സിസ്റ്ററിനെയും കൂടെ കൂട്ടണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു അഷ്റഫ്. താങ്ക് യു സോ മച്ച്. പിരിഞ്ഞു പോവാൻ തോന്നില്ല. ഞാൻ നിങ്ങളോട് അങ്ങ് വരുന്നോ അതോ നിങ്ങൾ എന്റെ കൂടെ വരുന്നോ? ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ അതായിരുന്നു വിചാരിച്ചോണ്ട്. ഇവരിങ്ങനെ എന്റെ കൂടെ വന്നിരുന്നു ഞാൻ എങ്ങനെ നോക്കിയേനെ. ഇതാവുമ്പോ എനിക്ക് ഭാവി പോകും. ഞാൻ ആഗ്രഹം നിങ്ങൾ കൊണ്ടുപോകുമോ? ഇഷ്ടായോ? ഇഷ്ടായി. ആരെ ഇഷ്ടായേ? എല്ലാരും ഇഷ്ടായി. എങ്കിൽ ഈ ഫ്ലോറിൽ ഒന്നും കൂടെ വന്ന് ഡാൻസ് കളിക്കുന്നതിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായം. ഞങ്ങൾക്കും അതാ, പ്രേക്ഷകരും അതാണ് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ പെർഫോമൻസ് ഒന്നും കൂടെ ഇവിടെ കാണണമെന്നുണ്ട്. നിങ്ങൾ റെഡിയാണോ? എന്നാ നമുക്ക് പൊളിച്ചാലോ? നിങ്ങൾ നേരത്തെ എങ്ങനെ കളിച്ചോ അതിന്റെ ഡബിൾ ഇരട്ടി എനർജിയിൽ. ഓക്കെ, വേദിയിലേക്ക് വരുന്നു ദക്ഷ ഡാൻസ് മഞ്ചേരി.
വഴികള് പലതരവും പുതുകനവും വൻകടലുകൾ കടന്നവൻ പറന്നൊരു പോക്കായി പൊങ്കാലയായി ഇടക്കിറങ്ങുന്ന കാട്ടാളനായി ഒരു പോക്കായി ഒന്നാമനായി You don't wanna fuck with the boss. കടമകൾ കടന്നതാ അടവുകൾ അറിഞ്ഞൊരാ നഗയുടെ ലോകം എന്റേതായി തേടി പോണൊരന്തനായി മാറ്റം കൊണ്ടുവന്ന കാലം എന്റെ നേരമായി നേരിലില്ല നേര് കയ്യിലിരിപ്പിലേശം ഞാനി കൊണ്ടുവന്നതാണ് കൊണ്ടു ചങ്കെടുത്ത പേര് Said it's all in the maze, said I'm on today. Going out like a goon, I said I do what I say. Said it's all on repeat, I said it's all with ease. I feel like pain in the breeze, no time to wait on my seat. I don't play by the rules, step into my typhoon. But I die soon, I'm a fucking tycoon. Ain't nobody like me, said I feel it fast here. Take over the night, you know, see. You don't wanna fuck with the boss. കടമകൾ കടന്നതാ അടവുകൾ അറിഞ്ഞൊരാ നഗയുടെ ലോകം എന്റേതായി തേടി പോണൊരന്തനായി മാറ്റം കൊണ്ടുവന്ന കാലം എന്റെ നേരമായി നേരിലില്ല നേര് കയ്യിലിരിപ്പിലേശം ഞാനി കൊണ്ടുവന്നതാണ് കൊണ്ടു ചങ്കെടുത്ത പേര് Said it's all in the maze, said I'm on today. Going out like a goon, I said I do what I say. Said it's all on repeat, I said it's all with ease. I feel like pain in the breeze, no time to wait on my seat. I don't play by the rules, step into my typhoon. But I die soon, I'm a fucking tycoon. Ain't nobody like me, said I feel it fast here. Take over the night, you know, see. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം കാണാൻ വന്നിരിക്കും. ബൈ ഫ്രം കോമഡി മാസ്റ്റർ. കടമകൾ കടന്നതാ Comedy Masters.